പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 500-ാം ഏകദിനത്തിൽ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും നിരാശ. പെർത്ത് ഏകദിനത്തിൽ 8 റൺസ് എടുത്ത് പുറത്തായി. 500-ാം അന്താരാഷ്ട്ര മത്സരത്തിൽ രോഹിത്തിന് തിളങ്ങാനായില്ല. വിരാട് കോഹ്ലിയും ഇപ്പോൾ പുറത്തായിരിക്കുന്നു. റണ്ണൊന്നും എടുക്കാതെ ഡക്കാണ് കോഹ്ലി എന്നാണ് അറിയാൻ കഴിയുന്നത്. ക്ഷമിക്കണം, അന്താരാഷ്ട്ര മത്സരമാണ്. കോഹ്ലിയും പുറത്തായിട്ടുണ്ട്. ജയേഷ് പൂക്കോട്ടൂർ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. പെർത്ത് ഏകദിനത്തിൽ വലിയ നിരാശയാണ്. ജയേഷ്, ഗുഡ് മോർണിംഗ്. ജയേഷ്, അത്ര ഗുഡ് മോർണിംഗ് അല്ല രോഹിത്തിനും വിരാടിനും, അല്ലേ? ഉറപ്പായിട്ടും 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലെത്തിയ വിരാട് കോഹ്ലിക്കും ഒപ്പം തന്നെ മുൻ നായകൻ രോഹിത് ശർമ്മയ്ക്കും വലിയ നിരാശയാണ് പെർത്തിലുണ്ടായിരിക്കുന്നത്. 21 റൺസ് എടുക്കുന്നതിനിടെ ഇന്ത്യയുടെ 2 വിക്കറ്റുകൾ നഷ്ടമായി, 2 സൂപ്പർ താരങ്ങൾ നഷ്ടമായിരിക്കുന്നു. 8 റൺസ് എടുത്ത രോഹിത് ശർമ്മയാണ് ആദ്യം പുറത്തായത്. ശുഭ്മാൻ ഗില്ലിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത രോഹിത് ഹേസൽവുഡിന്റെ പന്തിൽ സ്ലിപ്പിൽ ക്യാച്ച് നൽകിയാണ് മടങ്ങിയത്. പിന്നീട് വൺ ഡൗൺ ആയെത്തിയ വിരാട് കോഹ്ലിക്കും നിരാശയായിരുന്നു. ഡക്കായിട്ടാണ് വിരാട് പുറത്തായത് എന്നുള്ള വലിയ നിരാശയുമുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ ഇരു താരങ്ങളുടെയും ബാറ്റിംഗ് കാണാനായി പെർത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഒപ്പം തന്നെ ഇന്ത്യയിൽ ലോകത്താകമാനമുള്ള ക്രിക്കറ്റ് ആരാധകരും വലിയ പ്രതീക്ഷയിലായിരുന്നു. കാരണം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഇരു താരങ്ങളും ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത്. എന്നാൽ പവർ പ്ലേയിൽ തന്നെ ഇരു താരങ്ങളും പുറത്താവുന്ന ഒരു വലിയ നിരാശകരമായ കാഴ്ചയാണ് പെർത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മത്സരത്തിലേക്ക് വരുമ്പോൾ ടോസ് നേടിയ ഓസ്ട്രേലിയൻ നായകൻ മിച്ചൽ മാർഷ് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ഇന്ത്യക്ക് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പവർ പ്ലേയിൽ തന്നെ 2 പ്രധാന താരങ്ങളെ നഷ്ടമായിരിക്കുന്നു. ഏറെ പ്രത്യേകത എന്നുള്ളത് നിതീഷ് കുമാർ റെഡ്ഡി ഇന്ത്യക്ക് വേണ്ടി ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചു എന്നുള്ളതാണ്. മുൻ നായകനായ രോഹിത് ശർമ്മയാണ് നിതീഷ് കുമാർ റെഡ്ഡിക്ക് ക്യാപ്പ് സമ്മാനിച്ചത്. ഓക്കെ, നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ആരാധകരെ സംബന്ധിച്ചും നിരാശപ്പെടുത്തുന്ന വാർത്തയാണ്. വിരാട് കോഹ്ലി ഔട്ടായിരിക്കുന്നു. നല്ല ബൗൺസായിരുന്നു ആദ്യത്തെ ചില ബോളുകളൊക്കെ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അപ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പുറത്തായിരിക്കുന്നു.